അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരിമാരൊക്കെയാണ് ഒരു എഴുത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് നയിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ചെറുപ്പത്തിലെ ദാരിദ്ര്യം, വീട്ടിലെ അവസ്ഥ, സഹോദരന്മാരെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കൊല്ലം വെറുതെ ഇരിക്കേണ്ടി വന്നു. തനിക്ക് കൂടി പഠിക്കാൻ സ്കൂളിൽ വിടാൻ ഉള്ള ഒരു കാശില്ലാത്തതുകൊണ്ട് ആ ഒരു വർഷം എന്ന് പറയുന്നത് ആ ഗ്യാപ്പ് അദ്ദേഹം വായിച്ചു തീർത്തു എന്നുള്ളതാണ്. തൊട്ട് അയൽവാസിയായിരുന്ന അക്കിത്തത്തിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് നന്നായി വായിച്ച് അങ്ങനെയൊക്കെയാണ് തുടക്കം. കാരൂരിനെ വായിക്കുന്നു, അങ്ങനെ പഴയ എഴുത്തുകാരെ മുഴുവൻ വായിക്കുന്നു, തകഴിയെ വായിക്കുന്നു, പൊറ്റക്കാടിനെ വായിക്കുന്നു. അപ്പോൾ ആ വായനയൊക്കെ ഒരു തരത്തിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നുമ്പോൾ ആദ്യം ലേഖനങ്ങൾ എഴുതി, പിന്നീട് ചെറിയ ചെറിയ കഥകൾ എഴുതി. അതൊക്കെ തന്നെയും മദ്രാസിലേക്കാണ് അയച്ചിരുന്നത്. മദ്രാസിലെ ചിത്രകേരളം എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, അവിടേക്ക് ആദ്യം അയക്കുന്നു. അന്ന് അദ്ദേഹം പേരിട്ടത് VN തെക്കേപ്പാട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തകഴിയൊക്കെ കണ്ട് ആ രീതിയിൽ അതൊന്ന് അനുകരിച്ചുകൊണ്ടാണ് VN തെക്കേപ്പാട്ട് എന്ന് അയക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പിന്നെയും പേര് മാറ്റുന്നുണ്ട്, കൂടല്ലൂർ വാസുദേവൻ നായർ എന്നാക്കിയിട്ട് എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജയകേരളം എന്നൊരു മാസിക കൂടി ഉണ്ടായിരുന്നത്. അത് P. ഭാസ്കറിൻ്റെ പത്രാധിപത്യത്തിലാണ് അവിടെ മദ്രാസിൽ നിന്ന്, അവിടെയും അയക്കുന്നു. പിന്നീടാണ് അദ്ദേഹം MT വാസുദേവൻ നായർ എന്ന പേരിലേക്ക് എത്തിച്ചേരുന്നത്. അത് 3ാമത്തെ എഴുത്തിലാണ്.